ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരാ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നേ? ആരായാലും എടുത്ത് സംസാരിക്കേ. ഇത്രയും നാളും നമ്മുടെ വീട്ടിൽ നിന്നും വളർന്നവളല്ലേ, എന്നിട്ട് അവൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ? ഹെടി, ഒന്നും കാണാതെ അല്ല പണ്ട് മുതലേ അവളെ എതിർത്തോണ്ടിരുന്നത്. അവളെ പോലെ ഒരെണ്ണം മതി ഒരു കുടുംബം തകർന്നില്ലാതാകാൻ. നാളെ തീരുവല്ലോ എല്ലാം. നാളെ തന്നെ തീരുവല്ലോ അവളുടെ സുഖജീവിതവും. ഈ ഷർട്ട് നന്നായി ചേരുന്നുണ്ട്. ആണോ? സൂര്യക്ക് കുറച്ച് ഭംഗി കൂടിയതായിട്ട് തോന്നുന്നു. അതെന്തുകൊണ്ടാന്നറിയോ? ഈ മുമ്പ് നമുക്ക് ഇഷ്ടമല്ലാതിരുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മൾ സ്നേഹത്തോടുകൂടി നോക്കുകയാണെങ്കിൽ അതിനോട് നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നും. ഓ, അത് കരുതി കൂട്ടി എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. തന്റെ കാര്യം മാത്രമല്ലടോ, എന്റെ കാര്യം കൂടിയാ പറഞ്ഞേ. നമ്മൾ ഒരാളെ വെറുക്കാൻ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഇഷ്ടം പോലെ കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അയാളുടെ വാക്ക്, നോട്ടം, പ്രവൃത്തി, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇനിയിപ്പോ അതേ ആളെ സ്നേഹിക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നെങ്കിൽ അയാളുടെ നല്ല വശങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കും. അത് ഈ മനുഷ്യന്റെ ഒരു സൈക്കോളജിയാ. ഓ, സൈക്കോളജി ഒക്കെ പഠിച്ച് പൂർണ്ണമായി തയ്യാറെടുത്തിട്ടാണ് വരവ്. ആണെന്ന് കൂട്ടിക്കോ. ഈ സുന്ദരിയായ ഒരാളുടെ മനസ്സ് കീഴടക്കാൻ പോകുമ്പോ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നല്ലതാണല്ലോ. അവിടുന്ന് ഫോണെന്ന് എടുക്കായിരുന്നേ? ശല്യൊന്നും വേണ്ട. ചില നേരത്ത് ഈ ഫോണും മോഡേൺ ആയിട്ടുള്ള കണ്ടുപിടുത്തൊക്കെ ഭയങ്കര ശല്യം. ഇങ്ങനെ പോയാ അവസാനം എവിടെങ്കിലും ഒരു ആശ്രമം കെട്ടി നമുക്ക് കഴിയാന്ന് പറയോ? അങ്ങനെ തീരുമാനിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല. ആരാ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നേ? ആരായാലും എടുത്ത് സംസാരിക്കേ. ഓ, ഇത് എന്റെ ഒരു ഫ്രണ്ടാ.
അവൾക്കേ ഇത് സ്ഥിരം പരിപാടി. ഞങ്ങള് ഫ്രണ്ട്സിനിടയില് അന്നം മുടക്കിയെന്ന് അവൾക്ക് ഇട്ടിരിക്കുന്ന പേര്. അന്നം മുടക്കോ തന്റെ ഫ്രണ്ട്? ഇല്ല, ഇനി ആർക്കും എന്നെ നെഞ്ചിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റില്ല. ആർക്കും പറ്റില്ല. അയ്യോ, ഇതെന്തു പറ്റി? ഈ നേരത്ത് മുത്തശ്ശി കിടക്കാത്താണല്ലോ. എന്തു പറ്റി? സുഖല്ലേ? കുറച്ചു നേരമായിട്ടൊരു തലവേദന, ശരീരത്തിന് നല്ല ചൂടുമുണ്ട്. വെള്ളം വല്ലതും നനഞ്ഞോ? ഈ മുറിക്കകത്തിരിക്കുന്ന ഞാൻ എങ്ങനെയാ വെള്ളം നനയുന്നേ? വെള്ളം നനയുന്നതൊക്കെ നിങ്ങളല്ലേ? എന്തായിരുന്നു രണ്ടെണ്ണത്തിന്റെയും കൂടി വേഷം കെട്ട്? മുത്തശ്ശി കണ്ടോ? പിന്നെ കാണാതെ. രഹസ്യ സംഗീതത്തിലൊന്നും പോയിട്ടല്ലല്ലോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. വീടിന് ചുറ്റും ഓടി നടന്നിട്ടല്ലേ? അതെ, അത് വരണിങ്ങനെ ഓരോന്ന്. അവനെ അങ്ങനെയൊക്കെ കാണിച്ചോട്ടെ പെണ്ണെ, അതല്ലേ അതിന്റെ ഒരു രസം. ജീവിതത്തില് മനുഷ്യൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത് എപ്പോഴാണെന്ന് അറിയൂ? പ്രാരാബ്ദങ്ങൾ വന്ന് തലയിൽ കേറുന്നതിന് മുമ്പ്. എന്ന് പറഞ്ഞ കാശിന്റെ പ്രാരാബ്ദം മാത്രമല്ല, മക്കളായാൽ അതിന്റെ പുറകെ ഓടണം. പിന്നെ പതുക്കെ പതുക്കെ അവരുടെ വളർച്ചയും അവരുടെ സന്തോഷമാവും നമ്മുടെ നോട്ടം. അതിനിടയ്ക്ക് സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. ഇതിങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ എപ്പോഴാ സന്തോഷിച്ചേന്ന് ചോദിച്ചാ കല്യാണത്തിന് ശേഷം കുറച്ചു നാള്. അതായിരിക്കും ഉത്തരം. അത് നിങ്ങൾ പരമാവധി സന്തോഷിച്ചോ.